വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് മലയാളത്തിലാണ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് എൻ്റെ ലാംഗ്വേജിൽ ഞാൻ ഇതുവരെയായിട്ടും വീഡിയോ ചെയ്തിട്ടില്ല. ദിസ് വുഡ് ബി ദ ഫസ്റ്റ് ടൈം. ഞാൻ ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ദിസ് ഇസ് എ ബിഗിനർ ഫ്രണ്ട്ലി മാനിഫെസ്റ്റേഷൻ. ആദ്യം നമ്മൾ ഗോൾ സെറ്റിംഗ് എന്താണെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെ നമ്മൾ ഒരു അസൈൻമെൻറ്റ് കൈൻഡ് ഓഫ് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നൊരു ഹോംവർക്ക് കൈൻഡ് ഓഫ് തിങ് നമ്മൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ജേർണലിങ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ വേണ്ടത് ജേർണൽ മാത്രമാണ്. ഒരു ജേർണൽ എടുക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൻ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുക, കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണതിനനുസരിച്ച് നിങ്ങൾക്കും എൻ്റെ കൂടെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കുറേ നാളെ മലയാളം സംസാരിച്ചൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇത്തിരി എന്താ പറയുക stress or nervousness, whatever you want to see, I have that. So the first thing is set a goal. അപ്പോൾ സെറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷൻ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇത് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും ഹ്യൂമൻസാണ്. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡ്രീംസ് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഇതുണ്ടാവും. വി ഷുഡ് ബി ഹെൽത്തി ഓർ സംതിങ് ലൈക്ക് യു മേ ബി സിക്ക്, അത് മാറണമെന്നുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി, പിന്നെ ലവ്, പിന്നെ ജോബ് ഓർ സ്റ്റഡീസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയുക ബ്രാഞ്ചസിലേക്ക് നമുക്ക് നമ്മളുടെ ഡ്രീംസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈം എത്ര ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഗോൾ സെറ്റിങ്ങിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേർക്കുള്ള ഡൗട്ടാണ് എത്ര ഗോൾസ് അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ വൈബ്രേഷൻ എത്രത്തോളമാണ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എത്രമാത്രം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഇത് വായിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളത്. ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ടു തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട് ടു അച്ചീവ് അറ്റ് ദിസ് ടൈമിൽ. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഗോൾ എന്താണ് അത് നമ്മൾ ഇവിടെ എടുക്കുന്നതാണ്. ആൻഡ് വെൻ യു വോണ്ട് ടു അച്ചീവ് ഇറ്റ് ബൈ എത്ര ടൈം പീരീഡ്, ഇറ്റ് ക്യാൻ ബി എ ഇയർ അല്ലെങ്കിൽ 6 months അങ്ങനെ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുള്ളത് പാസിങ് യുവർ എക്സാംസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിരിക്കണം. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ ഗോളും നമ്മളുടെ ടൈം ലൈനും. സോ ഇവിടെ നമുക്കൊരു എക്സസൈസ് പോലെ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തായിട്ടുള്ള ഗോൾസും നമുക്കിവിടെ എഴുതാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകുന്നത് എൻ്റെ യൂട്യൂബിനെ കുറിച്ചാണ്. അതല്ലാണ്ട് പല എക്സാമ്പിൾസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച്. ഞാനിവിടെ പറയും മാനിഫെസ്റ്റേഷൻ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ. സോ ഐ സേ I have achieved thousand subscribers my YouTube channel in a month. അറിയാം ഇത് റിയലിസ്റ്റിക് ആണെന്ന് പലർക്കും തോന്നുന്നില്ല, പക്ഷേ നമ്മളൊരു ടൈം ലൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി റിയലിസ്റ്റിക്. ഇത് ഇമ്പോസിബിൾ അല്ല അല്ലേ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണ് ലൈക്ക് ലെറ്റ് ദ സൺ റൈസ് ഓൺ ദ വെസ്റ്റ്, അങ്ങനത്തെ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സൺ ഒബ്വിയസ്ലി വിൽ റൈസ് ഓൺ ദ ഈസ്റ്റ്, റൈറ്റ്? അതുമാതിരി നമ്മളുടെ എഴുതുന്ന മാനിഫെസ്റ്റേഷൻ എന്താണോ അത് അച്ചീവബിൾ ആയിരിക്കണം. അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് ലൈക്ക് വേറെ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്നറിയുന്ന ഒരു സാധനം എടുത്ത് എഴുതരുത്. ലൈക്ക് വെൻ യു വോണ്ട് ടു ടെസ്റ്റ് സംതിങ്, ഡോണ്ട് ഡു ദാറ്റ്. റൈറ്റ് വാട്ട് എവർ യു ഫീൽ ടു ഡു ദാറ്റ്.
പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അതിനകത്ത് എൻ്റെ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വിഷൻ, എൻ്റെ ഗോൾ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജേർണലിംഗ് ആണ്. ഇത്തരത്തിലുള്ള ജേർണലിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ജേർണലിംഗ് ഡെഫിനറ്റ്ലി വിൽ ബി സംതിങ് ദാറ്റ് ഈസ് ഗിവൺ എ ലേ ഔട്ട്. ഒരു ലേ ഔട്ടുള്ള ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് അസ്. നമ്മൾ ജേർണലിംഗ് ചെയ്യാനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ബുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഇതേമാതിരി ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടാവും, ആ ബുക്സ് വാങ്ങി യൂസ് ആക്കാം. അത് സെക്കൻഡ് ഓപ്ഷനാണ്. അഥവാ നിങ്ങൾക്ക് ബുക്ക് യൂസ് ആക്കണ്ട, ഇങ്ങനത്തെ ബുക്സ് വാങ്ങണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഒരു സാധാ നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ഈ ലേ ഔട്ട് നിങ്ങളിപ്പോൾ ഒരു സ്നാപ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേ ഔട്ട് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളികൾ കുറേ പേരുടെ ചാനലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ മലയാളം വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഇമോഷൻസ് ഡു യു ഫീൽ ടുഡേ. ഇത് എന്തിനാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ലെവൽ, ഞാനിവിടെ ഒരു ചാർട്ട് ഇടാൻ ശ്രമിക്കാം വൈബ്രേഷൻസ് എന്താണെന്നുള്ളത്. ആ വൈബ്രേഷൻസിന് അനുസരിച്ചായിരിക്കും നമ്മളുടെ ഇമോഷൻസ് എന്താ പറയുക ഉണ്ടാവുക. ആ ഇമോഷൻ അനുസരിച്ചായിരിക്കും നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എത്രത്തോളം വർക്ക് ആവുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വർ ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പൻ ടുഡേ. ഇത് നമ്മൾ എഴുതുമ്പോൾ മെയിനായിട്ട് നമ്മളുടെ എനർജി വൈബ്രേഷൻ ഇൻക്രീസ് ആക്കുന്നതിനൊപ്പം നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇഫ് യു ആർ ആൻ ഓവർ തിങ്കർ സമ്മൺ ലൈക്ക് ദാറ്റ്, ആൻഡ് യു ആർ പോറിങ് ദാറ്റ് മെമ്മറി ഇൻ ടു ദിസ് ലൈൻസ്, സോ ഇറ്റ് വുഡ് ബി ഈസി ഫോർ അസ്, റൈറ്റ്? പിന്നെ നെക്സ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വർ യു പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഫോർ ടുഡേ, വാട്ട് ലൈക്ക് സംതിങ് ദാറ്റ് യു ഹാവ് ഡൺ ടുഡേ. സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യാനായിട്ടും നമ്മൾക്ക് ഫീലിംഗ് ഹാപ്പിനെസ് ആവാനും പ്രൈഡ് ആവാനും ഹെൽപ്പാക്കും. വിച്ച് ഇസ് ലൈക്ക് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് യൂണിവേഴ്സ് ഹാസ് ഗിവൺ അസ്. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുന്നതാണ്. സോ വാട്ട് ആർ യു എക്സൈറ്റഡ് എബൌട്ട് ഫോർ ടുമോറോ. നാളെ നിങ്ങൾ വേക്ക് ചെയ്യുമ്പോൾ എന്ത് എക്സൈറ്റിംഗ് തിങ്ങാണ് വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ എഫർമേഷൻ, സേ അഫർമേഷൻസ്, ദിസ് അഫർമേഷൻ ടു യുവർ സെൽഫ് ഫോർ 5 times. നിങ്ങൾക്ക് ഏതെങ്കിലും അഫർമേഷൻസ് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പിൻട്രസ്റ്റിലുണ്ടാവും. അങ്ങനെ അഫർമേഷൻസ് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് ടേക്ക് യുവർ ഫോൺ ആൻഡ് വി വിൽ സീ. ജസ്റ്റ് ക്രോമിൽ പോയാൽ മതി. ക്രോമിൽ പോയിട്ട് അഫർമേഷൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫർമേഷൻസ് കിട്ടും. എന്താ നിങ്ങൾക്കുടെ മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. ലൈക്ക് അഫർമേഷൻ ഫോർ മണി, അഫർമേഷൻ ഫോർ ജോബ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ആക്കുക ആൻഡ് ഇമേജസിൽ പോവുക. ആൻഡ് യു വിൽ ഗെറ്റ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ അഫർമേഷൻസ് ലൈക്ക് ദിസ്. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എഴുതുക, 5 പ്രാവശ്യം പറയുക, അത്രേ ഉള്ളൂ. ഇത് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇതിന് പകരം ലൈക്ക് വിച്ച് ഓഫ് ദ ഇമോഷണൽ ടൂൾ, അതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തിനാണ് നിങ്ങൾക്ക് ഇന്ന് ലൈക്ക് വാട്ട് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഗ്രാറ്റിറ്റ്യൂഡിന് മലയാളം എന്താ എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടാനേ. ഓക്കെ, ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ടു. നമ്മളിപ്പോൾ സത്യമായിട്ട് എനിക്ക് മലയാളത്തിൽ എന്താ പെട്ടെന്ന് കിട്ടുന്നില്ല. എനിക്കത് അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ, മലയാളത്തിൽ എന്താ അതിന് പറയണമെന്ന് അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം. ഇതെന്ന് വെച്ചാൽ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും താങ്ക്ഫുൾ ആയിട്ടുള്ളത്, അത്രേ ഉള്ളൂ. താങ്ക്ഫുൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ. ഇതിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. സോ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അഫർമേഷൻസ് നമുക്കിവിടെ എഴുതിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് 5 പ്രാവശ്യമൊന്നും പറയണ്ട. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് ഇപ്പോൾ ലോ ആണെങ്കിൽ, ഇത്തിരി ലോ ആണെങ്കിൽ അത് വൈബ്രേഷൻ ഇത്തിരി ഹൈ ആക്കും.
കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്കിപ്പോൾ വറീഡൊക്കെ ആണെങ്കിലുള്ള ഇമോഷൻസ് കാട്ടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹൈ ഓർ എലിവേറ്റ് അസ് ബിക്കോസ് വി നോ ദാറ്റ് വി ആർ താങ്ക്ഫുൾ ഫോർ ദോസ് തിങ്സ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. ലൈക്ക് ഇന്ന് ഞാൻ എനിക്ക് ബർഗർ കിട്ടി. ഐ ആം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ബ്യൂട്ടിഫുൾ ബർഗർ ദാറ്റ് ഐ ഹാഡ് നൗ. അല്ലെങ്കിൽ നോർമൽ തിങ്സ് ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വാട്ടർ ദാറ്റ് ഐ ഡ്രിങ്ക്. യു ക്യാൻ ലിറ്ററലി സേ സംതിങ് ലൈക്ക് ദാറ്റ്. അത്ര സിമ്പിളായിട്ട് എയർ ദാറ്റ് ഐ ബ്രീത്ത്, അത്ര സിമ്പിളായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് ഡെയിലി ജേർണലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം എപ്പോഴാണെങ്കിലും എഴുതാം. പക്ഷെ ഞാൻ പ്രിഫറബിളി പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എഴുതണം. ഇതേമാതിരി ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഔട്ട്ലൈൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവർ സ്മോളായിട്ട് എഴുതിയേക്കണേ, ബട്ട് യു ഹാവ് എ ബിഗ് എന്താ പറയുക, കുറച്ചും കൂടി കൂടുതൽ സ്പേസ് ഉണ്ട് ഇവിടെ എഴുതാനായിട്ട്. അപ്പോൾ വീക്ക് നമ്മൾ ഇതിനകത്ത് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 5 വരെ എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ആക്കണമെങ്കിൽ 30 ഡേയ്സ് എടുക്കും. ആ 30 ഡേയ്സിൽ നമ്മൾ ഈ ഫുൾ പേജസ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ, ജേർണലിങ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ദെൻ ദാറ്റ് വിൽ ബി ലൈക്ക് എ ഹാബിറ്റ് ഫോർ എസ് ആൻഡ് നമ്മളത് നിൽക്കില്ല, പിന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ തോന്നുന്നത്. ബിക്കോസ് അട്രാക്റ്റീവാണ് കുറച്ചും കൂടി നോട്ട് ബുക്സിനേക്കാളും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. സോ ദാറ്റ്സ് ഹൗ യു ഗോണ അച്ചീവ് എ ഗോൾ വിത്തിൻ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ വീക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സ്ട്രെങ്ത് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഓരോരുത്തർക്കും പല കപ്പാസിറ്റിയാണ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരാൾ ഇത്ര പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോൾ എന്താ പറയുക 2 ദിവസത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ആൻഡ് കീപ് ഗോയിങ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. താങ്ക് യു, ഹോപ്പ് യു എൻജോയ്ഡ്. ഞാൻ പകുതി മംഗ്ലീഷാണ് പറഞ്ഞു തോന്നുന്നു, പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ആക്കാം ഫുള്ള് മലയാളത്തിൽ സംസാരിക്കാൻ. ശരി, ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. ബിക്കോസ് ഇത് വളരെ നല്ല ബുക്കാണ്. ഇതിൽ എല്ലാനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. സോ ദിസ് ഈസ് നോട്ട് മൈ ബുക്ക് ഓർ നോട്ട് ഐ എം സ്പോൺസറിങ് ഇറ്റ്. ഇത് ഏതോ ഒരു ഇൻ്റർനാഷണൽ റൈറ്ററിൻ്റെ ബുക്കാണ്, എൻ്റെ ഒന്നുമല്ല. അപ്പോൾ വേണമെന്നുള്ളവർ കമൻറ്റ് ആക്കാം, ഞാനത് പറഞ്ഞുതരും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. ബൈ.